നമസ്കാരം. ചർച്ചാ വിഷയമാകുന്നത് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ്. ബംഗ്ലാദേശിൽ നടന്നത് വൻ അട്ടിമറിയാണ്. അതിൽ നോട്ടപ്പുള്ളിയാകുന്നത് അമേരിക്ക കൂടിയാണ്. കാരണം ലോകരാജ്യങ്ങളിൽ അമേരിക്കയും അവരുടെ ചാര സംഘടനയായ CIA നടത്തിയതുപോലുള്ള അട്ടിമറി മറ്റൊരു രാജ്യവും ഇന്ന് വരെ നടത്തിയിട്ടില്ല എന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു രാജ്യം കൂടിയാവുകയാണ് അമേരിക്ക. ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ഇന്ത്യക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളിലെല്ലാം ഇന്ത്യ വിരുദ്ധരെ കൊണ്ട് നിറയ്ക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് അവർ. എന്നാൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നേരിട്ട് ഏറ്റുമുട്ടാൻ അവർക്ക് സാധ്യമില്ലതാനും. ഡോളർ ഒഴിവാക്കി എണ്ണക്കച്ചവടം നടത്തിയത് മുതൽ അമേരിക്കയ്ക്ക് കുരുപൊട്ടി തുടങ്ങിയിരുന്നു ഇന്ത്യയോട് എന്നത് പച്ച പരമാർത്ഥമാണ്. എന്തിനും ഏതിനും മോദിയെ കുറ്റം പറയുന്ന ഇവിടുത്തെ പല നേതാക്കളും അറിയുന്നില്ല അമേരിക്ക എന്തിനുള്ള പുറപ്പാടാണെന്ന്. ഇന്ത്യ അമേരിക്കയ്ക്ക് ഇപ്പോൾ ഭീഷണി തന്നെയാണ്. ജോർജ് സോറസ് ഉൾപ്പെടെയുള്ളവർ ഫണ്ട് ചെയ്ത് ആ ഫണ്ട് വാങ്ങി പോക്കറ്റിലിട്ട ശേഷം ഇന്ത്യക്കെതിരെ വെറുതെ പുലമ്പുന്നത് ശരിയല്ല എന്നത് ഇനിയെങ്കിലും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ ഇട്ട പോസ്റ്റ് വളരെ പ്രസക്തമാണ്. മാത്രമല്ല, കോൺഗ്രസ് നേതാവ് സജ്ജൻ സിംഗ് വർമ്മ പറഞ്ഞ കാര്യങ്ങൾ കൂടി ഈ അവസരത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്, ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ശ്രീലങ്കയിലും പാകിസ്ഥാനിലും ഇപ്പോൾ ബംഗ്ലാദേശിലും സംഭവിച്ചതുപോലെ മോദിക്കും സംഭവിക്കുമെന്നതാണ് അദ്ദേഹം പറഞ്ഞത്. നാം ഒന്നായി നിൽക്കുന്നതും നമ്മളെ ഇങ്ങനെ നിർത്തുന്നതും ഈ രാജ്യമാണ്. എന്തൊക്കെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാലും മറ്റു രാജ്യങ്ങളിൽ സംഭവിക്കുന്നത് പോലെ ഇവിടെ സംഭവിക്കുന്നില്ല എന്നത് നാം ഓർക്കേണ്ടതുണ്ട്. ബംഗ്ലാദേശി ഗായകന് സംഭവിച്ചത് എന്താണെന്നും നമ്മൾ ഓർക്കണം. എന്തായാലും രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ പറഞ്ഞ വിഷയങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: ബംഗ്ലാദേശികളായ കുറെ സുഹൃത്തുക്കളും പരിചയക്കാരും എനിക്കുണ്ട്. അതിൽ ബംഗാളി ഹിന്ദുവായ ബാർബർ മുതൽ ബാങ്ക് ഉദ്യോഗസ്ഥർ വരെയുണ്ട്. പലരോടും ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ സംസാരിച്ചു. പുറത്ത് കേൾക്കുന്നതിലും ഗുരുതരമാണ് കാര്യങ്ങൾ ബംഗ്ലാദേശിൽ നടക്കുന്നത്. നമ്മുടെ അയൽ രാജ്യം നിന്ന് കത്തുകയാണ്. രാജ്യത്തിന്റെ ഓരോ കോണിലും അക്രമികൾ ന്യൂനപക്ഷ മതത്തിൽപ്പെട്ടവരെയും ഭരണകക്ഷിയായ അവാമി ലീഗ് പ്രവർത്തകരെയും നേതാക്കളെയും കൊല്ലുന്നു, വീടുകൾ കത്തിക്കുന്നു, ആണുങ്ങളെ തിരഞ്ഞുപിടിച്ച് ചിത്രവധം ചെയ്ത് പരമാവധി ക്രൂരമായി വധിക്കുന്നു. പിഞ്ചു ബാലികമാർ മുതൽ മുതിർന്ന സ്ത്രീകളെ വരെ പിടിച്ചുകൊണ്ടുപോയി നഗ്നരാക്കി തെരുവിലൂടെ നടത്തുകയും ബലാത്കാരം ചെയ്ത് കൊന്നുകളയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. കണ്ടിരിക്കാനോ കേട്ടിരിക്കാനോ പറ്റാത്തയത്ര ക്രൂരതകളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുടെ നേർക്കും അവരുടെ ആരാധനാലയങ്ങളുടെ മേലും തിരിഞ്ഞുപിടിച്ചുള്ള ആക്രമണങ്ങളാണ് നടക്കുന്നത്. വിഭജന കാലത്ത് നടന്നതിന് സമാനമായ വേട്ടയാണ് ഇപ്പോൾ ന്യൂനപക്ഷങ്ങളുടെ മേലവിടെ നടക്കുന്നത്. ഭരണകൂടം എന്നൊരു സാധനം ഇപ്പോൾ അവിടെയില്ല. പോലീസുകാർ വരെ വധിക്കപ്പെടുന്നു. ചൈനീസ് പക്ഷപാതിയായ മേധാവി കാരണം പട്ടാളം അനങ്ങാതെ ബാരക്കുകളിൽ ഇരിക്കുകയാണ്. ഇതെല്ലാം അവിചാരിതമായി സംഭവിച്ചതാണെന്ന് കരുതരുത്. കേൾക്കുമ്പോൾ അമ്പരപ്പ് തോന്നാം. എന്നാൽ കൃത്യമായ ആസൂത്രണത്തോടെ നടപ്പിലാക്കിയ ഒരു അട്ടിമറിയും കൂട്ടക്കൊലകളുമാണ് അവിടെ ഇപ്പോൾ നടമാടുന്നത്. അതിന്റെ ആസൂത്രണവും നേതൃത്വവും പാക് ചാര സംഘടനയുടേതാണെങ്കിൽ അവർക്ക് ജനാധിപത്യപരമായ രീതിയിൽ തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ തിരച്ചെത്തിയ ബംഗ്ലാദേശ് സർക്കാരിനെ അട്ടിമറിക്കാൻ അനുമതിയും സർവ്വതായുള്ള സഹായവും നൽകിയത് US ആണ്. ഇതിന്റെ വിശദ വിവരങ്ങൾ മറ്റൊരു പോസ്റ്റിൽ പറയാം, അല്ലെങ്കിൽ ഈ കുറിപ്പ് വല്ലാതെ നീളും. തൽക്കാലം ഇത് അവസാനിപ്പിക്കും മുമ്പ് എന്തുകൊണ്ട് ബംഗ്ലാദേശ് സർക്കാരിനെ അമേരിക്ക അട്ടിമറിച്ചു എന്നറിയണം. ഇന്ത്യയുടെയും ചൈനയുടെയും പൊതുവായ അയൽ രാജ്യമാണ് ബംഗ്ലാദേശ്. അവിടെ ഒരു അസ്ഥിരമായ തീവ്രവാദ താല്പര്യമുള്ള രാജ്യം ഉണ്ടാവുക എന്നത് യാങ്കികളുടെ ഒന്നാമത്തെ താല്പര്യം. എന്നാൽ കുറെ കൂടി കൃത്യമായി പറഞ്ഞാൽ ഇത് അമേരിക്ക ഇന്ത്യയിലാക്കി പാകിസ്ഥാന്റെ സഹായത്തോടെ നടപ്പാക്കിയ പദ്ധതിയാണ്. US ഡോളറിനെ ലക്ഷ്യം വെച്ച ആരെയും അമേരിക്ക ഒരിക്കലും വെറുതെ വിട്ട ചരിത്രമില്ല. അതെ, അതാണ് ആത്യന്തികമായ സത്യം. ഇത് ഞാൻ മുൻപും എഴുതിയിരുന്നു. ഇന്ത്യ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 1 ദശാബ്ദം കൊണ്ട് നേടിയ വളർച്ച അമേരിക്കയെ അസ്വസ്ഥമാക്കിയിട്ടുണ്ട്. ഡോളർ ഒഴിവാക്കി എണ്ണക്കച്ചവടത്തിൽ ഏർപ്പെട്ട നാളുകളിൽ തന്നെ അവർ മറുപടി ആരംഭിച്ചിരുന്നു. പോരാത്തതിന് റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ രൂപയിൽ വിനിമയം നടത്തി വാങ്ങി അവരെ സഹായിച്ചതും യാങ്കികളെ പ്രകോപിപ്പിച്ചു. മോദിയെ വരുതിയിലാക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ അവർ
CIA വഴി സജീവമായി സർക്കാരിനെ താഴെയിറക്കാനുള്ള പണികളിൽ തിരഞ്ഞെടുപ്പിൽ ഏർപ്പെട്ടിരുന്നു. ഒപ്പം ഇന്ത്യക്ക് തലവേദനയുണ്ടാക്കാൻ അവർ ഇന്ത്യയുടെ സുഹൃത്തുക്കളെയും ആക്രമിക്കുകയാണ്. ആദ്യം മാലദ്വീപ് സർക്കാർ താഴെയിറക്കപ്പെട്ടു. ഇന്ത്യ വിരുദ്ധ സർക്കാർ അവിടെ വന്നു. പിന്നെ നേപ്പാൾ, ഇപ്പോൾ ബംഗ്ലാദേശ്. ഇന്ത്യയുടെ ചുറ്റും വലവിരിക്കുകയാണ് ലക്ഷ്യം. കൂടാതെ ബംഗ്ലാദേശ്, നോർത്ത് ഈസ്റ്റ് ഇന്ത്യ തുടങ്ങിയ സ്ഥലങ്ങളെ വേർപെടുത്തി പുതിയൊരു രാജ്യവും അവരുടെ താല്പര്യത്തിലുണ്ട്. CIA പിന്തുണയോടെയാണ് സോറോസ് തന്റെ കളി തുടങ്ങിയത് എന്നുകൂടി ചേർത്ത് വായിക്കുമ്പോൾ ചിത്രം പൂർത്തിയാകും. അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ് ഈ ഫേസ്ബുക്ക് മുതൽ യൂട്യൂബ്, ട്വിറ്റർ തുടങ്ങി എല്ലാം. ഇതിലെല്ലാം ഒരു ഷാഡോ ബാൻ അവർ മോദിക്കും ദേശീയവാദികൾക്കും ഏർപ്പെടുത്തി. സോറോസും സംഘവും ചേർന്ന മാധ്യമങ്ങളിൽ ഭൂരിഭാഗത്തിനെയും വരുതിയിലാക്കിയിട്ടുണ്ട്. ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശ് വിട്ടോടി ഇന്ത്യയിലേക്ക് എത്തിയ ദിവസം തന്നെ രാഹുൽ ഗാന്ധി സ്ഥിരം സമരക്കാരായ കർഷക സമരക്കാരെയും കൂട്ടരെയും കണ്ടത് യാദൃശ്ചികമല്ല. ജാതിവാദവും ജാതി സെൻസസും രാഹുൽ ഗാന്ധി ഉയർത്തുന്നത് വിദേശ യജമാന്മാരുടെ ആജ്ഞപ്രകാരമാണ്. ഒന്നുകിൽ ഇന്ത്യയിലും ആഭ്യന്തര കലഹം ഉണ്ടാക്കി മോദി ഭരണത്തെ താഴെയിറക്കി അമേരിക്കയുടെ പാവയായി രാഹുൽ ഗാന്ധി ഭരിക്കണം. 2027-28 രാഹുലിന് അത് സാധിച്ചില്ലെങ്കിൽ കണ്ടോളൂ. 2029 തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി പടത്തിലായിരിക്കും. അവർ തന്നെ ഇയാളെ തട്ടും. എന്നിട്ട് സഹതാപം സൃഷ്ടിച്ച പ്രിയങ്കയോ മിക്കവാറും റോബർട്ട് വാദ്രയോ ഉയർന്നു വരും. കളി അവർ തുടങ്ങിയിട്ടേയുള്ളൂ. നമ്മൾ ചെയ്യാനുള്ളത് ഒന്നു മാത്രം, അല്പബുദ്ധിക്കാരാകാതെ ഇരിക്കുക. അതായത് മോദി ചെയ്യുന്നത് പോരാ എന്നും പറഞ്ഞ് പേർത്തും കുറ്റം പറയാതെ തലൈവർക്ക് കട്ട പിന്തുണ നൽകുക. ബംഗ്ലാദേശിൽ നടക്കുന്നത് ദുഃഖകരമാണ്. നമ്മൾ ഇടപെടുന്നുണ്ട്. അതത്ര പരസ്യമാക്കാനാവില്ല. മാത്രമല്ല മോദിക്കും ഡോവലിനും അറിയാം കൃത്യമായി എങ്ങനെ കാര്യങ്ങൾ ചെയ്യണമെന്ന്. മോദി അബദ്ധം ചെയ്യാൻ കാത്തിരിക്കുന്നവരെ അറിഞ്ഞോ അറിയാതെയോ പിന്തുണയ്ക്കരുത്. നമ്മുടെ രാജ്യം കടുത്ത അപകട ഭീഷണിയിലാണ്. പക്ഷേ നാം ഒന്നിച്ചു നിന്നാൽ ഒരു ശക്തിക്കും നമ്മളെ പരാജയപ്പെടുത്താൻ കഴിയില്ല. തുടരും. വന്ദേ മാതരം. നന്ദി.